മോട്ടോർ വാഹന വകുപ്പിന് KSEBയുടെ ഷോക്കേൽപ്പിക്കൽ തുടരുകയാണ്. ബിൽ കുടിശ്ശിക അടയ്ക്കാത്തതാണ് MVDയുടെ ഫ്യൂസ് ഊരാൻ കാരണം. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ ഫ്യൂസ് ഊരിയിട്ട് ആഴ്ച 2ആയി. കുടിശ്ശിക അടച്ചതുമില്ല, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുമില്ല. ഇപ്പോഴിതാ കാസർഗോഡ് വെഹിക്കിൾ എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസും ഊരിയിരിക്കുന്നു. 5 ദിവസമായി ഇവിടെ ജീവനക്കാർ ഇരുട്ടിലാണ്. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസിലെ വൈദ്യുതി ഈ മാസം 2-നാണ് മരുത റോഡ് KSEB അധികൃതർ വിച്ഛേദിച്ചത്. 2 മാസത്തെ തുകയായ 55,476 രൂപയാണ് കുടിശ്ശികയായി അടയ്ക്കാനുള്ളത്. ഇതിനു പുറമെ ജനുവരി മാസത്തെ 23,332 രൂപയുടെ ബില്ലും കൈമാറിയിട്ടുണ്ട്. ഓഫീസിന്റെ മെയിന്റനൻസ് ചുമതലയുള്ള കെൽട്രോണുമായുള്ള കരാർ ഉടമ്പടിയിലുണ്ടായ തർക്കമാണ് ബില്ലടയ്ക്കുന്നത് വൈകാൻ കാരണം. പ്രശ്നം പരിഹരിക്കാൻ വകുപ്പ് തലത്തിൽ ഇനിയും നടപടി ഉണ്ടായിട്ടില്ല. ഓഫീസിലുള്ളത് വൈദ്യുത വാഹനങ്ങളായതിനാൽ 5 വാഹനങ്ങളും ചാർജ് ചെയ്യാനാകുന്നില്ല. ഇതുമൂലം 2 ആഴ്ചയിലേറെയായി സ്ക്വാഡിന്റെ പരിശോധന നിലച്ചു. തീർന്നില്ല. ജില്ലയിലെ 6 താലൂക്കുകളിലുള്ള 47 AI ക്യാമറകളുടെ നിരീക്ഷണ സംവിധാനവും നിലച്ചു. പ്രതിമാസം 2.5 കോടി രൂപയുടെ വരുമാനം സർക്കാരിന് നൽകുന്ന ഓഫീസിനാണ് ഈ ഗതികേട്. കാസർഗോഡ് ജില്ലാ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസ് ഊരിയത് ഈ മാസം 13-നാണ്. നവംബർ, ഡിസംബർ മാസങ്ങളിലായി 72,000 രൂപയാണ് കുടിശ്ശിക. 2 ദിവസം UPS ഉപയോഗിച്ച് ഓഫീസ് പ്രവർത്തനം തുടർന്നെങ്കിലും പിന്നീട് ഇതും പ്രവർത്തനരഹിതമായി. പാലക്കാട്ടെ പോലെ കാസർഗോഡും നിരീക്ഷണ ക്യാമറകളുടെ കൺട്രോൾ യൂണിറ്റ് പണിമുടക്കിയിരിക്കുകയാണ്. വൈദ്യുത വാഹനങ്ങളുടെ അവസ്ഥയും തഥൈവ. ഓഫീസുകളിൽ വൈദ്യുതി ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജീവനക്കാരുടെ അപേക്ഷ. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.